ഇനി നമുക്കറിയാം ഈ സമയത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നെടുങ്കോട്ട ആക്രമണം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്ന ഒരു സംഭവമാണ്. ഈ ധർമ്മരാജാവിന്റെ കാലത്താണ് നടന്നത്. നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കുളച്ചൽ യുദ്ധം നടന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കുളച്ചൽ യുദ്ധം. അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ധർമ്മരാജാവിന്റെ കാലത്ത് നടന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആകുന്നത് നമുക്കത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ഏതായിരുന്നാലും മനസ്സിലാക്കി വെക്കുക, ഈ മൈസൂർ സുൽത്താൻമാർ തിരുവിതാംകൂറിനെ ആക്രമിച്ചതാണ് ഈ ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട എന്നറിയപ്പെടുന്നത്. കാരണം ഈ നെടുങ്കോട്ട പണിതത് ആരാണ്? ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട പണിയുന്നത്. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ നേരിടാൻ വേണ്ടിയാണ് വടക്കൻ അതിർത്തിയിൽ, തിരുവിതാംകൂറിന്റെ വടക്കൻ അതിർത്തിയായ തൃശ്ശൂർ ഭാഗത്താണ് നെടുങ്കോട്ട പണിയുന്നത്. ഈ നെടുങ്കോട്ട ആരാക്രമിക്കുന്നു? മൈസൂർ രാജാക്കന്മാർ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്നു. ഇതാണ് നെടുങ്കോട്ട, ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട എന്നറിയപ്പെടുന്നത്. 1789 ഡിസംബർ 28-നാണ് നെടുങ്കോട്ട ആക്രമണം നടക്കുന്നത്. വർഷം മാസം ഡേറ്റ് ഒക്കെ ഓർത്തു വെക്കുക. 1789 ഡിസംബർ 28-നാണ് എന്ത് സംഭവിക്കുന്നത്? നെടുങ്കോട്ട ആക്രമണം നടക്കുന്നത്. ഈ 1789 ചരിത്രത്തിൽ മറ്റു ചില ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. 1789 ഡിസംബർ 22-ാം തീയതിയാണ് ടിപ്പു സുൽത്താൻ എന്തിനെ ആക്രമിക്കുന്നത്? നെടുങ്കോട്ട ആക്രമിക്കുന്നത്. ഈ നെടുങ്കോട്ട ആക്രമണമാണ് പിന്നീട് മൂന്നാം മൈസൂർ യുദ്ധത്തിലേക്കൊക്കെ നയിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ നെടുങ്കോട്ട ആക്രമണം ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളത്. മൂന്നാം മൈസൂർ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ച ഒരു ഘടകമായിരുന്നു ഈ നെടുങ്കോട്ട ആക്രമണം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മൈസൂർ യുദ്ധത്തിന് ഓരോ കാരണങ്ങൾ പഠിക്കുന്നിടത്ത് മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം പഠിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം മൈസൂർ യുദ്ധം നടക്കുന്നത് ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിലാണ്. അപ്പൊ എന്താണ് ഈ തിരുവിതാംകൂർ ആക്രമണവുമായിട്ടുള്ള ബന്ധം എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. തിരുവിതാംകൂർ ആ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറുമായിട്ട് ഒരു അലയൻസിലാണ് ആ സമയത്ത് പോകുന്നത്. നമ്മുടെ മാർത്താണ്ഡവർമ്മ യുവരാജാവായ കാലത്ത് തന്നെ വേണാട് രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു കരാറിലൊക്കെ ഏർപ്പെടുന്നുണ്ട് അല്ലെ. അന്ന് മുതൽ ഇവർ സൗഹൃദത്തിലാണ് പോരുന്നത്, തിരുവിതാംകൂറും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ. മാത്രമല്ല ഈ ടിപ്പു സുൽത്താൻ ആരാണ്? പൊതു ശത്രുവാണ് അല്ലെ. ഈ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ടിപ്പുവിന്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ടിപ്പുവിനെ നേരിടാൻ വേണ്ടി ഇവർക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം എന്താ ചെയ്യുന്നത്? ഇവരുടെ ശത്രുവായ ടിപ്പു സുൽത്താനെ തുരത്താൻ വേണ്ടി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശത്രുവായ ടിപ്പു സുൽത്താനെ തുരത്താൻ വേണ്ടി ആരുടെ സഹായം കൂടി ഇവർക്ക് കിട്ടും? തിരുവിതാംകൂറിന്റെ സഹായം കൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടൂലേ. അത് തിരിച്ചും അങ്ങോട്ടും അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ആക്രമണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ആരെ സഹായിക്കുന്നുണ്ട്? തിരുവിതാംകൂറിനെ സഹായിക്കുന്നുണ്ട്. Forces of Tipu Sultan, the ruler of the Kingdom of Mysore, attacked the fortified line known as the Nedungota in Thrissur district that protected the Kingdom of Travancore, an ally of the British East India Company. അതായത് ഞാൻ പറഞ്ഞു, ഇത് ഈ നെടുങ്കോട്ട പണിതത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ തിരുവിതാംകൂറിന്റെ വടക്കേ അതിർത്തിയിൽ ടിപ്പുവിന്റെ ആക്രമണത്തെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നെടുങ്കോട്ട പണിയുന്നത്. ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണിയുന്നതെങ്കിൽ കൂടി ഇതിന് ഉപദേശങ്ങൾ കൊടുത്തത് ആരാണ്? നമ്മുടെ ക്യാപ്റ്റൻ ഡിലനോയി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ഡിലനോയിനെ നമുക്കറിയാം, ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്നു. കുളച്ചൽ യുദ്ധത്തെ തുടർന്ന് പിടിയിലാകുകയും തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകാൻ വേണ്ടി വലിയ കപ്പിത്താനായിട്ട് നിയമിക്കുക ചെയ്യുന്നുണ്ട്. പിന്നീട് ധർമ്മരാജാവിന്റെ കാലത്തും ഇദ്ദേഹത്തിന്റെ സേവനം തുടരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മരണം വരെ. അങ്ങനെ ഇദ്ദേഹമാണ് ഒരു നെടുങ്കോട്ട പണിയാൻ വേണ്ടി ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇയാൾക്ക് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഈ നെടുങ്കോട്ട ആക്രമണമാണ് 1789 ഡിസംബർ 28-ന് മൈസൂരിന്റെ തിരുവിതാംകൂർ ആക്രമണം എന്ന് അറിയപ്പെടുന്നത്. The Mysore army was successfully repulsed by the Travancore army under the leadership of Raja Keshavadas, Diwan of Travancore. അപ്പൊ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്രിട്ടീഷ് ആർമിയെ പെട്ടെന്ന് തുരത്തി ഒടുക്കുകയും പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു 1777-ലാണ് ആര് മരണപ്പെടുന്നത്? നമ്മുടെ ഡച്ച് കമാൻഡർ ആയിരുന്ന ആര്? ക്യാപ്റ്റൻ ഡിലനോയ് മരണപ്പെടുന്നുണ്ട് 1777. ഇദ്ദേഹം മരണപ്പെട്ടതോടുകൂടി സൈന്യത്തിന് ഒരു ആത്മവിശ്വാസത്തിൽ ഒരു ചോർച്ചയൊക്കെ സംഭവിച്ചു.
കാരണം ഈ ക്യാപ്റ്റൻ ഡിൽനോയി ആയിരുന്നു അന്ന് സൈന്യത്തിന്റെ എല്ലാം യൂറോപ്യൻ രീതിയിൽ ഇവരെ പരിശീലിപ്പിച്ചുകൊണ്ട് വലിയ കപ്പിത്താനായിട്ട് ഈ സൈന്യത്തിന്റെ കൂടെ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലുള്ള ഒരു കപ്പിത്താനാണ് ആര്, ഒരു സൈനിക തലവനാണ് ആര്, ക്യാപ്റ്റൻ ഡിൽനോയി. ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഈ തിരുവിതാംകൂർ സൈന്യത്തിന് ഒരു എന്ത് ചെയ്തു, ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്തു. എന്നാൽ ഇതേ സമയത്ത് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഏത് നേരത്തും ഉണ്ടാവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ. അതുകൊണ്ട് തന്നെ സൈന്യത്തെ ഒന്ന് ഉടച്ചു വാർക്കണം എന്നൊക്കെ കാർത്തിക തിരുനാൾ രാമവർമ്മ മനസ്സിലാക്കുകയും അങ്ങനെ ചെമ്പകരാമൻ പിള്ളയെ ദിവാനായിട്ടും കേശവ പിള്ളയെ എന്ത് ചെയ്തു, സർവാധികാര്യക്കാർ എന്ന് പറയുന്ന, അതായത് സൈന്യത്തിന്റെ മുഴുവൻ ചാർജുള്ള ഒരാളായിട്ടും മാറ്റുകയാണ് ആര്, കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പൊ എന്താ പറഞ്ഞത്, ഈ ക്യാപ്റ്റൻ ഡിൽനോയുടെ മരണത്തോടു കൂടി എന്ത് ചെയ്തു, ഈ സൈന്യം ഒരു അരക്ഷിതാവസ്ഥ നേരിട്ടു. അവർക്കൊരു ആത്മവിശ്വാസം ചോർന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ സൈന്യത്തെ ഒന്ന് പുതുക്കി പണിയാനൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ആര് തീരുമാനിച്ചു, കാർത്തിക തിരുനാൾ രാമവർമ്മ തീരുമാനിച്ചു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചെമ്പകരാമൻ പിള്ളയെ ദളവയായിട്ടും കേശവ പിള്ളയെ സർവാധികാര്യക്കാരനായിട്ടും നിയമിക്കുകയാണ് ആര്, ധർമ്മരാജാവ്. ഓക്കെ. അതോടൊപ്പം ധർമ്മരാജ പർച്ചേസ്ഡ് the Kranganur and Pallipuram forts from the Dutch in 1789 and built the famous Nedungota or Travancore lines in central Kerala to prevent the incursions of the Mysorian army. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, മൈസൂർ ആർമിയെ നേരിടാൻ വേണ്ടി എന്ത് ചെയ്തു, നെടുങ്കോട്ട പണിതു തൃശ്ശൂരിൽ, ഈ ഒരു തിരുവിതാംകൂറിന്റെ വടക്കൻ അതിർത്തിയിൽ. അതോടൊപ്പം 2 കോട്ടകള് ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജാവ് പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് 1789 തന്നെ 2 കോട്ടകൾ ഡച്ചുകാരിൽ നിന്നും ആര് പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്, ധർമ്മരാജാവ് പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഈ മൈസൂരിന്റെ ആക്രമണത്തെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 2 കോട്ട വാങ്ങിയതും നെടുങ്കോട്ട പണിതതും ഒക്കെ. ഈ കോട്ട വാങ്ങിയതും ടിപ്പു സുൽത്താനെ തിരുവിതാംകൂർ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഇവർ കണ്ടുവച്ചിട്ടുള്ള ഒരു കോട്ടയായിരുന്നു ഈ 2 കോട്ടയും. ഈ 2 കോട്ട എന്ത് ചെയ്തു, തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജാവ് പണം കൊടുത്ത് വാങ്ങി. അതും ഈ തിരുവിതാംകൂർ ആക്രമണത്തിന് ടിപ്പുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ പോയിന്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. The British East India Company assured the Maharaja of Travancore that they would assist in the event of an invasion by Tipu Sultan. അതായത് ടിപ്പു സുൽത്താന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്ക് ഉറപ്പ് കൊടുത്തു, തിരുവിതാംകൂർ രാജാവിന് ഉറപ്പ് കൊടുത്തു. അത് ഏത് തരത്തിലുള്ള അക്രമം ടിപ്പു സുൽത്താനിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിലും ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ആര് കൊടുക്കുകയാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താൻ ആരാണ്, ഇവരുടെ ശത്രുവാണ്, അല്ലെ, ഇവർ എതിരാളിയാണ്. ഇവർ 1-ാം മൈസൂർ യുദ്ധം 2-ാം മൈസൂർ യുദ്ധം ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവർക്ക് വേണ്ടി ടിപ്പു സുൽത്താനെതിരെ ആര് നിൽക്കുകയാണെങ്കിലും അവരോട് കൂടെ നിൽക്കാൻ ഇവർ തയ്യാറാവും സ്വാഭാവികമായിട്ടും. കാരണം പൊതുശത്രുവാണല്ലോ. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്തു, ഈ തിരുവിതാംകൂറിന് ഒരു ധൈര്യം കൊടുക്കുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്നത്. The British informed the Maharaja of Tipu's large army, which included infantry, cavalry and artillery near the northern frontier. ഈ ഒരു ബ്രിട്ടീഷ് സൈന്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ തിരുവിതാംകൂറിന് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു. കാരണം നിങ്ങളുടെ വടക്കൻ അതിർത്തിയുടെ തൊട്ടടുത്ത് ആരുണ്ട്, ടിപ്പുവിന്റെ സൈന്യം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരൊരു എന്താ പറയാ, നിസ്സാരമായിട്ട് കാണേണ്ടവരല്ല. അത്യാവശ്യം ശക്തരായ ഒരു സൈന്യമാണ്. കാലാൾപ്പടയുണ്ട്, പീരങ്കിപ്പടയുണ്ട്, എല്ലാ ആധുനിക രീതിയിലുള്ള കുതിരപ്പടയാളികളൊക്കെയുള്ള ഒരു എന്താ പറയുക, ശക്തമായ ഒരു സേനയാണ് നിങ്ങളുടെ വടക്കൻ അതിർത്തിയിലുള്ളത് ടിപ്പുവിന്റെ. അതുകൊണ്ട് ഏതൊരു സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ ആക്രമണത്തെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു, ഈ പറയുന്ന തിരുവിതാംകൂർ ആർമിക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇവർ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് തിരുവിതാംകൂർ സൈന്യം. സൈന്യത്തെയൊക്കെ ഒന്ന് ബലപ്പെടുത്തി മാക്സിമം സൈനികരെ ഈ വടക്കൻ അതിർത്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും കൂടുതൽ ആളുകളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടും അതോടൊപ്പം എന്ത് ചെയ്തു, ആവശ്യത്തിന് വെടിക്കോപ്പുകളും യുദ്ധ സാമഗ്രികളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ടിപ്പുവിന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും നേരിടാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു ആര്, തിരുവിതാംകൂർ സൈന്യം. അതുകൊണ്ട് തന്നെ ടിപ്പുവിന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അവരെ നേരിടാനും അവരെ പിന്തിരിപ്പിക്കാനും ഈ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്.